ഒരാഴ്ച മുമ്പ് എന്തൊക്കെയായിരുന്നു കഥ? പത്തുകൂട്ടം തോക്ക്, മലപ്പുറം കത്തി, ആന, കുതിര, പിന്നെ സുപ്രീം കോടതി, ഹൈക്കോടതി, സംഗമം നടക്കില്ല, രാഷ്ട്രീയ പേരിതം, പിന്നെന്താണ് അയ്യപ്പന്മാരുടെ പൈസ മുഴുവൻ അടിച്ചുകൊണ്ട് പോകണു, കഥകളോട് കഥകളായിരുന്നു. ഇപ്പം എല്ലാം കൂടി ചവിറ്റിയോട്ടലെടുത്തു, സുപ്രീം കോടതി ഇട്ടു. ഇപ്പോൾ ഒരു ഉണ്ടാട്ടമില്ല, ഇപ്പോൾ ചർച്ചയില്ല, ഒരു സംഭവമില്ല. എന്താ ചർച്ച? ചർച്ച എന്ന് പറയുന്നത് ശബരിമലയുടെ ഉന്നമനമാണ്, ശബരിമലയുടെ വികസനമാണ് ലക്ഷ്യം 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 എന്നുള്ളത് പാർട്ടിയും സർക്കാരും ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡും കറക്റ്റായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആരും കേൾക്കുന്നില്ല. അപ്പോൾ പറയുന്നത് എന്താ? അപ്പം ഇവർ പറയുന്നവർക്കൊന്നും രാഷ്ട്രീയമില്ല കേട്ടോ. എന്ത് കൃത്യമായ നിലപാടുകളാണ്. ബി ജെ പിക്ക് ഒരു രാഷ്ട്രീയമില്ല, കോൺഗ്രസ്സിന് ഒരു രാഷ്ട്രീയമില്ല, രാഷ്ട്രീയം മുഴുവനുള്ളത് CPM-നാണ്. ഇവരുടെ രാഷ്ട്രീയം എന്താണെന്നറിയോ? ഇതെങ്ങാനും നടപ്പിലാക്കി അയ്യപ്പ വിശ്വാസികളുടെ ഓട്ടെങ്ങാനും ഇങ്ങോട്ട് പോയാലുള്ളത് വിഷമാണ്. അല്ലാതെ വേറെ എന്താണ് ഇതിനകത്തുള്ളത്? ശബരിമലയുടെ ഉന്നമനത്തിന് വേണ്ടി പ്രശ്നത്തെക്കുറിച്ചാണോ? അല്ലെങ്കിൽ അവിടുത്തെ വികസനത്തെക്കുറിച്ചോ, മാസ്റ്റർ പ്ലാൻ നടപ്പിലാക്കുന്നതിനെ കുറിച്ചിട്ടാണോ? ഇതൊക്കെ ഒരു സർക്കാർ വന്ന് നടപ്പിലാക്കിയാൽ ഞങ്ങൾക്ക് കിട്ടുന്ന വോട്ട് നഷ്ടപ്പെട്ടാലോ എന്നുള്ള വിഷമാണ്. അതിപ്പോൾ എന്താ പറയുന്നറിയോ? സർക്കാരിന് മാത്രം രാഷ്ട്രീയം, സർക്കാർ ചെയ്യുന്നത് മാത്രം രാഷ്ട്രീയം, വേറെ ആർക്കും രാഷ്ട്രീയമില്ല. ഇവിടുത്തെ ഓരോ പാർട്ടികൾക്കും രാഷ്ട്രീയമില്ല കേട്ടോ. എന്തൊരു കഷ്ടമാണെന്ന് നോക്ക്. ഒരു സംവിധാനം കൊണ്ടുവരാനേ സമ്മതിക്കില്ല, ഒരു വികസനം കൊണ്ടുവരാനേ സമ്മതിക്കില്ല. വികസനം കൊണ്ടുവന്നില്ലെങ്കിൽ നേരെ കൂടി ഹൈക്കോടതിയിലേക്ക്, അത് കഴിഞ്ഞ് ഹൈക്കോടതി കിട്ടിയില്ലെങ്കിൽ നേരെ സുപ്രീം കോടതി പോകും. എന്താ അവിടെ പ്രശ്നം? ഞാൻ കഴിഞ്ഞ മീറ്റ് ചോദിച്ച ചോദ്യമുണ്ട്. അയ്യപ്പ സംഗമം നടക്കുന്നത് കൊണ്ട് എന്താണ് ദോഷം? എന്താണ് ആ ദോഷം? ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി പറയണ്ടേ? അയ്യപ്പ സംഗമം നടക്കുന്നത് കൊണ്ട് എന്താണ് ദോഷം എന്ന് പറയണ്ടേ? ഒരക്ഷരം മിണ്ടുന്നില്ലല്ലോ. അങ്ങനെ ഒരു ദോഷത്തെക്കുറിച്ച് പറയുന്നില്ല. പക്ഷേ അയ്യപ്പ സംഗമം നടക്കാൻ പാടില്ല എന്നുള്ളതാണ്. ഇങ്ങനെ ചർച്ച ചെയ്ത് കൊണ്ടുപോവാണ്. ജിമ്മി സാർ നേരത്തെ പറഞ്ഞത് 100% കറക്റ്റ്. എന്താണെന്നറിയോ? ഈ വടി കൊടുത്ത് അടി വാങ്ങാന്ന് കേട്ടിട്ടുണ്ടോ? നേരെ കൊണ്ട് വടി കൊടുക്കുന്നത് പുറം വഴി വാങ്ങുകയാണ്, ഇല്ലേ? കോടതി പോകുന്നു വാങ്ങുന്നു, ഹൈക്കോടതി പോകുന്നു വാങ്ങുന്നു, സുപ്രീം കോടതി പോകുന്നു വാങ്ങുന്നു, എന്നിട്ട് ചിരിക്കുകയാണ്. എന്താണ് സംഭവം? അയ്യപ്പ സംഗമം ഇപ്പോൾ അയ്യപ്പ സംഗമം നടക്കുന്നുള്ളത് മാത്രമല്ല, ആഗോള മലയാളികൾ മുഴുവൻ അറിയുന്ന രീതിയിൽ നടക്കുന്നുള്ളതായി, ലോകം മുഴുവൻ അറിയുന്ന രീതിയിൽ ടെലികാസ്റ്റ് ഉണ്ടാവും, ചാനലുകൾ ടെലികാസ്റ്റ് ചെയ്യും. ഞാൻ പറയുന്നത് ഒരു കണക്കിന് നന്നായി എന്ന് എൻ്റെ അഭിപ്രായം. കാരണം എന്താ അറിയോ? ഇത് ആഗോള അയ്യപ്പ സംഗമം എന്ന് ഉദ്ദേശിച്ചതിന് കാരണം ഇത് ലോകം മുഴുവൻ അറിയിക്കുക. ഇങ്ങനൊരു അയ്യപ്പ സംഗമം നടക്കുന്നുണ്ടും ഇന്ന മാറ്റങ്ങൾ ശബരിമലയിൽ വരുത്തുന്നുണ്ട് എന്നുള്ള കാര്യം ലോകത്തെ മുഴുവൻ അറിയിക്കുക എന്നുള്ളതാണ്. അതിൻ്റെ അകത്ത് അന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞൊരു കാര്യമുണ്ട്. ശ്രീലങ്കയിൽ നിന്ന് ഭക്തർ വരുന്നുണ്ട്, മലേഷ്യയിൽ നിന്ന് ഭക്തർ വരുന്നുണ്ട്, നേപ്പാളിൽ നിന്ന് ഭക്തർ വരുന്നുണ്ട്. എവിടെയൊക്കെ അയ്യപ്പ ഭക്തന്മാരുണ്ടോ അവരെല്ലാം വരുന്നുണ്ട്. മറ്റുള്ള സംസ്ഥാനങ്ങളിൽ മന്ത്രിമാരും സാധാരണക്കാരുമായ നിരവധി ഭക്തർ ശബരിമലയിൽ വരുന്നുണ്ട്. ഇവർക്കൊക്കെ എന്തൊക്കെ സംവിധാനങ്ങൾ നടപ്പിലാക്കാൻ പോകുന്നു, എന്തൊക്കെ മാറ്റങ്ങൾ നടപ്പിലാക്കാൻ പോകുന്നു, എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നത്? ഒരു 2 വർഷം കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും ശബരിമല, 3 വർഷം കഴിയുമ്പോൾ എന്തൊക്കെയാണ് ശബരിമല എന്നുള്ളത് ജനങ്ങളെ അറിയിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. ആ ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് നടപ്പിലാക്കുന്നത്. അതിന് ആർക്കെങ്കിലും സ്പോൺസർ ചെയ്യുന്നതിന് താല്പര്യമുണ്ടെങ്കിൽ ചെയ്യട്ടെ എന്നേ. ആർക്കാ ബുദ്ധിമുട്ട്? ഇപ്പം ഞാൻ ചോദിക്കുകയാണ്, ഇന്നിപ്പം നമ്മുടെ നാട്ടിലൊരു പള്ളിയുണ്ട്. എനിക്ക് തോന്നുകയാണോ അയ്യോ ആ പള്ളിയിൽ എന്തെങ്കിലും ചെയ്തു കൊടുക്കണം എന്ന് തോന്നുകയാണ്. അത് എൻ്റെ വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ഞാൻ ഇവിടുന്ന് വേളാങ്കണ്ണി പോകുന്ന ഒരാളാണ്, റെഗുലറായിട്ട് വേളാങ്കണ്ണി പള്ളി പോകുന്ന ഒരാളാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇവിടുന്ന് തമിഴ്നാട്ടിലെ വേളാങ്കണ്ണി പോകേണ്ട കാര്യമില്ല. ഇവിടെ മാതാവിൻ്റെ പള്ളി ഇല്ലാഞ്ഞിട്ടല്ലല്ലോ. നമ്മൾ വേളാങ്കണ്ണി പോകുമ്പോൾ നമുക്കൊരു വിശ്വാസമുണ്ട്, ആ വിശ്വാസത്തിന് വേണ്ടി അവിടെ പോകുന്നത്. അതുപോലെ തന്നെയാണ് ആന്ധ്രയിൽ നിന്നും തെലുങ്കാനയിൽ നിന്നും മറ്റിടത്തു നിന്നൊക്കെ ഇവിടേക്ക് ആൾക്കാർ വരുന്നത്, ശബരിമലയിലേക്ക് ആൾക്കാർ വരുന്നത്. അപ്പോൾ അവർക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ടാവും. ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു സ്വർണം പൂശിയ കൊടിമരം കാണാം. എനിക്ക് തോന്നുകയാണ് ഞാനൊരു വലിയ പണക്കാരനാണ്, എൻ്റെ കയ്യിൽ പൈസ ഇഷ്ടം പോലെ ഉണ്ട്, അല്ലെങ്കിൽ വേറെ ഒരാളുടെ കയ്യിലുണ്ട്, അവർക്ക് തോന്നുകയാണ് ഈ കൊടിമരം അടുത്ത പ്രാവശ്യം ഞാൻ കുറച്ചും കൂടെ വൃത്തിയാക്കി ചെയ്തു കൊടുക്കാമെന്ന് തീരുമാനിച്ച് അദ്ദേഹത്തിന് മനസ്സിലിരിക്കുന്നുണ്ടാവും. ഇതുപോലെ സംഗമം അല്ലെങ്കിൽ അദ്ദേഹത്തിന് എങ്ങനെ അറിയാൻ പറ്റും അയ്യോ മുഖ്യമന്ത്രിക്ക് നിവേദനം കൊടുത്ത് ദേവസ്വം മന്ത്രി നിവേദനം കണ്ട് ഇവിടെ കൂടെ അങ്ങനെയല്ലല്ലോ പറ്റും. അല്ലെങ്കിൽ കുറേ പൈസ കൊണ്ടുവന്നിട്ട് ഈ പറയുന്ന ഭണ്ഡാരത്തിലിടുകയാണ് വേണ്ടത്. അങ്ങനെയല്ലല്ലോ. എൻ്റെ ആഗ്രഹം എന്താ? എൻ്റെ ആഗ്രഹം ഈ കൊടിമരം ചെയ്യുക എന്നുള്ളതാണ്. അത് ചെയ്യുന്ന ഒരു സ്ഥലത്ത് പോയി എനിക്കിത് പറയാൻ പറ്റുന്ന ഒരു സംഗമം നടത്തട്ടെ എന്നേ. അങ്ങനെയല്ലേ ഒരു സംസ്ഥാനം വിജയിക്കുക, ഒരു ഏരിയ വിജയിക്കുക, ഒരു സംഗമം വിജയിക്കുക, ഒരു ശബരിമലയിൽ ഉന്നമനം വരിക. അങ്ങനെ ഞാൻ വിചാരിക്കുന്നത് ഈ ചില മന്ത്രിമാരൊക്കെ ഉണ്ട്, കർണാടകയിലും തെലുങ്കാനയിലും ആന്ധ്രയിലുള്ളൊക്കെ മന്ത്രിമാർ നിരവധി പേർ എല്ലാ സമയങ്ങളും വരുന്ന ആൾക്കാരാണ്. ഇവിടുത്തെ മന്ത്രിമാരെ പോലെ ഒരേക്കർ സ്ഥലവും കുഞ്ഞു വീട്ടിലിരിക്കുന്നവരല്ല. അവിടെ BMW ബെൻസും എടുത്തിട്ട് പരക്കം വാങ്ങുന്ന മന്ത്രിമാരാണ്. അവരുടെ ഇഷ്ടം പോലെ പൈസയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം വലിയ അയ്യപ്പ ഭക്തന്മാരാണ്. അവരുകൊണ്ട് വലിയ രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യും. അതുകൊണ്ടാണ് അവരൊക്കെ വരട്ടേന്നേ. നമ്മുടെ നാടിൻ്റെ വികസനമല്ലേ, നമ്മുടെ അയ്യപ്പ ശബരിമലേൻ്റെ വികസനമല്ലേ, അവിടെ ഒരു ഉന്നതി ഉണ്ടാകുന്നതിന് എന്താണ് ബുദ്ധിമുട്ട്? ഇതൊന്നും മനസ്സിലാക്കുന്നില്ല. ഇതൊക്കെ പറയുന്നതിന് മുൻപേ ഉടക്കിടാൻ വേണ്ടിയിട്ട് കുറേ രാഷ്ട്രീയ പാർട്ടികൾ ഇറങ്ങിക്കോളും. എന്ത് പറഞ്ഞാലും ഉടക്കം. അവരുടെ മുൻപേ അവരുടെ മുമ്പ് രാഷ്ട്രീയം മാത്രമേ ഉള്ളൂ. ആ രാഷ്ട്രീയത്തെ എങ്ങനെ തുറന്നു കാട്ടാം എന്നുള്ളത് സർക്കാർ നല്ല രീതിയിൽ ധാരണയുണ്ടെന്നേ. ഇപ്പോൾ നമ്മൾ കണ്ടില്ലേ, കുറച്ച് ദിവസം അടിയന്തര പ്രമേയം എടുക്കുന്നേ ഇല്ലല്ലോ.
അടിയന്തര പ്രമേയം അത് തള്ളിക്കളയും, എടുക്കുന്നില്ല എന്ന് പറയും. ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് എന്താ നടക്കുന്നത്? നിങ്ങൾ കൊടുക്കുന്ന അടിയന്തര പ്രമേയങ്ങൾ മുഴുവൻ ചർച്ച ചെയ്യുമ്പോൾ എന്താ പിന്നെ മിണ്ടാട്ടമില്ല. അടിയന്തര പ്രമേയം ചർച്ച ചെയ്താൽ പിന്നെ മിണ്ടാട്ടമില്ല. ഇതുപോലെ തന്നെയാണ്. ഇതെന്താണ്? വരുതരുത്, നടപ്പിലാക്കരുത്, വികസനം വരാൻ പാടില്ല, ഇങ്ങനെ ശീലിച്ച് പോയി. ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കണം. അവസാനം മുഖ്യമന്ത്രി രാജിവെക്കണം എന്ന് പണ്ട് പറഞ്ഞ പോലെ അവസാനം എത്തി നിൽക്കും മുഖ്യമന്ത്രി രാജിവെക്കണം എന്നുള്ളതിലേക്ക്. അപ്പം ഇതുപോലെയുള്ള വികസനങ്ങൾ വരണമെങ്കിൽ ഇതുപോലെയുള്ള സംഗമങ്ങൾ നടക്കണം. ഇപ്പം നിങ്ങൾ നോക്കിക്കോ, പമ്പ വരെയുള്ള റോഡുകൾ കണ്ണാടി റോഡുകളായി എന്നാണ് പറഞ്ഞത് അല്ലേ? കണ്ണാടി റോഡുകളായി. അങ്ങനെയല്ലേ വികസനം ഉണ്ടാകുന്നത്. ഇപ്പം അല്ലെങ്കിൽ സാധാരണ എന്താ നടക്കുക? ശബരിമല ദർശനം തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ്, മണ്ഡലകാലം തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് ഇടിപിടിന്ന് പരിപാടി നടക്കുകയാണല്ലോ. ഇപ്രാവശ്യം എന്താ പമ്പ റോഡ് വൃത്തിയായില്ലേ? നടക്കട്ടെന്നേ. അങ്ങനെയൊക്കെയാണ് നാട് നന്നാവുക, അങ്ങനെയൊക്കെയാണ് സംവിധാനങ്ങൾ നടപ്പിലാകുക എന്നുള്ളതാണ്. പിന്നെ ഇതൊക്കെ ചെയ്യുന്ന സർക്കാർ അയ്യോ സംഗമമൊന്നും നടത്താൻ പാടില്ല, നിങ്ങളവിടെ വികസനം നടത്തിയാൽ മതി, അങ്ങനെയല്ലല്ലോ ഇതുവരെയുള്ള സർക്കാരുകൾ എന്തൊക്കെ ചെയ്യുന്നുണ്ട്. കേരളം ഉമ്മൻചാണ്ടി സർക്കാർ ഇവിടെ രാജിവെച്ച് ഭരണത്തിൽ പോകുന്ന സമയത്തെ ആ ഒരു 60 ദിവസം ഉണ്ടല്ലോ, ഭരണം തീരുന്നതിന് മുൻപുള്ള 60 ദിവസം കല്ലിടലായിരുന്നു, ഉദ്ഘാടനമായിരുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? അയ്യോ ഇതെന്താ ചെയ്തിട്ട് അങ്ങ് വിട്ടിട്ട് പോയാൽ പോരായിരുന്നു. അങ്ങനെയല്ലല്ലോ ചെയ്തത്. ഉദ്ഘാടനം ചെയ്യുന്നു. വിമാനം ഇറങ്ങാത്ത കണ്ണൂർ വിമാനത്താവളം വരെ ഉദ്ഘാടനം ചെയ്തിട്ടാണ് പോയത് അല്ലേ? പകുതിക്ക് നിൽക്കുന്ന മെട്രോ ഉദ്ഘാടനം ചെയ്തിട്ടാണ് പോയത്. തറക്കല്ലിട്ട വിഴിഞ്ഞ ഉദ്ഘാടനം ചെയ്തിട്ടാണ് പോയത്. ഇതൊക്കെ ചെയ്തിട്ടല്ല പോയത്. അപ്പോൾ അതെന്തിനാ ചെയ്യുന്നത്? ഇങ്ങനെ ചെയ്തു കാണിച്ചു. അങ്ങനെ തന്നെയാണ് എല്ലാ സർക്കാരുകളും ചെയ്തിട്ടുള്ളത്. ഇതങ്ങനെ തന്നെ കൂട്ടിയാൽ മതി. ശബരിമലയുടെ മാസ്റ്റർ പ്ലാൻ വരുന്നു, ശബരിമലയുടെ പ്ലാൻ ചെയ്തു. അതെല്ലാ അയ്യപ്പ വിശ്വാസികളോടും കൂടി ആലോചിച്ച് നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നു. ഹിന്ദു സംഘടനകളോട് ചോദിക്കുന്നു, SNDP-നോട് ചോദിക്കുന്നു, NSSനോട് ചോദിക്കുന്നു. ഇനിയിപ്പോൾ കോൺഗ്രസ്സുകാരുടെ വീട്ടിൽ പോയി ചോദിക്കാൻ പറ്റില്ല. പോയി ചോദിച്ചു എന്നാണ് പറയുന്നത്. കോൺഗ്രസ്സുകാരുടെ പ്രതിപക്ഷ നേതാവിൻ്റെ കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാവായ VD സതീശൻ്റെ വീട്ടിൽ പോയി കത്ത് കൊടുത്തു. ആര് കൊടുത്തു? ദേവസ്വം ബോർഡ് പ്രസിഡന്റ്. അത് വായിച്ച് നോക്കാനുള്ള മര്യാദ പോലും കാണിച്ചിട്ടില്ല എന്നുള്ളതാണ്. അപ്പം ദേവസ്വം ബോർഡ് എന്ന് പറയുന്ന സംവിധാനം സർക്കാരിന് മാത്രമല്ല, കേരളത്തിലെ എല്ലാ സംവിധാനങ്ങളും എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെയും ഭാഗമാണ്, എല്ലാ അമ്പലങ്ങളുടെയും ഭാഗമാണ്. അവരെ ആൾക്കാർ എന്നിട്ട് പ്രതിപക്ഷ പാർട്ടീനെ കണ്ടിട്ടുണ്ട്, ഭരണപക്ഷ പാർട്ടീനെ കണ്ടിട്ടുണ്ട്, BJP-നെ കണ്ടിട്ടുണ്ട്, സർക്കാരിൻ്റെ ഭാഗത്തുള്ള എല്ലാവരും കണ്ടിട്ടുണ്ട്. സഹകരിക്കാമെങ്കിൽ സഹകരിച്ചിട്ട് അവിടെ പോയി അഭിപ്രായം പറയണ്ടായിരുന്നോ? കോൺഗ്രസ് ചെയ്യേണ്ടിയിരുന്നത് എന്താണ്? ആ വിളിച്ച യോഗത്തിൽ പോയി നിങ്ങൾക്ക് പറയാനുള്ള വേദി എന്തായാലും കിട്ടുമല്ലോ. ഒരു പ്രതിപക്ഷ നേതാവ് ആ യോഗത്തിന് പങ്കെടുത്താൽ വേദി കൊടുക്കാതിരിക്കുമോ? മൈക്ക് കൊടുക്കാതിരിക്കില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അവിടെ പോയിട്ട് ക്ലാരിറ്റിയോടുകൂടി പറയണം, മുഖത്ത് നോക്കി പറയണം. ഇങ്ങനെയല്ല അത് നടപ്പിലാക്കേണ്ടത്, അങ്ങനെയല്ല പറയേണ്ടത്. അതിന് പകരം എന്താ? ക്ഷണിക്കാൻ ചെന്ന ആളുടെ കത്ത് പോലും മേടിക്കുന്നില്ല, ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കാണാൻ പോലും കൂട്ടാക്കത്തില്ല. ഞങ്ങൾ അങ്ങനെ ഒരു സംവിധാനത്തിനെതിരെയല്ല. അപ്പോൾ അതിനർത്ഥം എന്താ? ഈ പറഞ്ഞ ശബരിമല വികസനത്തിനെതിരാണെന്നാണ്. അപ്പോൾ അങ്ങനെ ചിന്തിച്ച് നിന്നിട്ടുണ്ടെങ്കിൽ ഒന്നും നടക്കാൻ പോകുന്നില്ല. അങ്ങനെ ഒരു നാട്ടിലൊരു വികസനവും നടക്കില്ല എന്ന്. അങ്ങനെ ഒരു വികസനവും നടക്കില്ല. അപ്പോൾ ഇനി എന്താ? ഇനിയിപ്പം അയ്യപ്പ സംഗമത്തിൽ ഞാൻ പറയാം, ഇനിയിപ്പോൾ അയ്യപ്പ സംഗമത്തിൽ വിശ്വാസികളെ ഒഴിവാക്കിയിട്ട് അയ്യപ്പന്മാരെ എല്ലാം ഒഴിവാക്കിയിട്ട് വേറെ ഒരു സംവിധാനം വെച്ചിട്ട് നടപ്പിലാക്കാൻ നിങ്ങൾ പറഞ്ഞോളൂ. ഇത് ചെയ്യുന്നത് ശരിയല്ല. അങ്ങനെയല്ലല്ലോ നടപ്പിലാക്കുന്നത്. എല്ലാ അയ്യപ്പ ഭക്തരെയാണ് വിളിക്കുന്നത്, എല്ലാ ഹിന്ദു സംഘടനകളെയാണ് വിളിക്കുന്നത്. അവരെല്ലാം പങ്കെടുക്കാമെന്ന് പറയുന്നു. ഇപ്പോൾ SNDP-ൻ്റെ ആൾക്കാർ സെക്രട്ടറി പങ്കെടുക്കാമെന്ന് പറയുന്നുണ്ട്, NSSൻ്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ പങ്കെടുക്കാമെന്ന് പറയുന്നത്. ഈ രണ്ടുമാണല്ലോ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഹിന്ദു സംഘടന എന്ന് പറയുന്നത്. ഇവർ രണ്ടുപേരും പങ്കെടുക്കാമെന്ന് പറയുന്നുണ്ട്. പ്രധാനപ്പെട്ട ചെറിയ പാർട്ടികളെല്ലാം തന്നെ എല്ലാ സംഘടനകളിലും പങ്കെടുക്കാമെന്ന് പറയുന്നുണ്ട്. പിന്നെ രാഷ്ട്രീയമായി മുതലെടുക്കാൻ വിചാരിക്കുന്നവരുടെ അഭിപ്രായം കൂടെ വാങ്ങിയിട്ട് ഇത് നടപ്പിലാക്കുമെന്ന് വെച്ചാൽ അങ്ങനെ അല്ല എന്ന് തീരുമാനിച്ചിട്ട് മുന്നിടും. ഇനി എന്താ? കേരളത്തിലെ ഇന്ത്യയിലെ 2 പ്രധാനപ്പെട്ട നീതിപീഠങ്ങൾ, ഹൈക്കോടതിയും സുപ്രീം കോടതിയും, പരമോന്നത നീതിപീഠം വരെ ഇത് നടത്തിക്കൊള്ളാൻ പറഞ്ഞു. ഇനിയിപ്പോൾ ആരുടെ അനുമതിയാണ് വേണ്ടത്? അപ്പോൾ അത് ഗംഭീരമായിട്ട് നടക്കും, അത് വലിയ വിജയമാവും എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. Meet the editors.